അങ്ങനെ ഡേ 2 നമ്മൾ ഹൈദരാബാദിലേക്ക് ഇനി 55 കിലോമീറ്ററും കൂടി. അപ്പോൾ ഇതുവരെ ഉള്ളത് ഹൈവേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കാര്യമായ കാണിക്കാനുള്ള ഒന്നും തന്നെ ഉണ്ടായില്ല. നമ്മൾ ഇടയ്ക്ക് നിർത്തി പതുക്കെ റിലാക്സ് ചെയ്ത് കുറേ കിലോമീറ്റർ രേവതി ഓടിച്ചു. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓടിക്കലൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇതുവരെ നമ്മൾ വന്ന റോഡും ആൾക്കാരും ഫുഡും ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഹോട്ടലും ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെയാണ് ഇത് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയത്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളും അതെല്ലാം നല്ലതായിരിക്കും. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ രാജസ്ഥാനാണ്. നമ്മൾ മൊത്തം 10 ദിവസത്തെ ട്രിപ്പാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട വരുന്ന കാര്യങ്ങളും അതേപോലെ എങ്ങനെ നമുക്ക് എത്ര ടോള് എത്ര മറ്റേ ഇതുണ്ട് നമ്മളെല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിലൊക്കെ ഉള്ള ആൾക്കാർ. ഇത് എന്താ സംഭവം, നമ്മുടെ ഫോർച്യൂണറിൻ്റെ മുകളിലുള്ള റൂഫ് ബോക്സ് ഒക്കെ കണ്ടിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. തെലങ്കാന സ്റ്റേറ്റിൽ ഇതേ റോഡൊക്കെ അടിപൊളി കേട്ടോ, നല്ല രസമാണ് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. ആ ടോള് കൊടുത്താലും നമുക്കത് ഭയങ്കര ഇതാണ്. ഞാൻ ഈ പ്രാവശ്യം മറ്റേ 3000 റുപ്പീസ് പേ ചെയ്തിട്ട് ടോൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഏകദേശം 200 ടോളാണ് അതിൽ കവറാവുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. നമുക്ക് മൊത്തം ഞങ്ങൾ ലാസ്റ്റ് കാശ്മീരൊക്കെ പോയ സമയത്ത് 7000 രൂപ 8000 രൂപയൊക്കെയാണ് ടോളായത്. ഇത് 3000 നമുക്ക് ഏകദേശം ഒരു ടോള് കവർ ചെയ്യാൻ 15-20 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് അയച്ചു തരാം. മക്കൾ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അവർ ബെൽറ്റൊക്കെ ഇട്ട് സേഫ് ആയിട്ടായിരിക്കുന്നത്. ഹായ് പറഞ്ഞ പാപ്പു. രേവതി ഇവിടെ കിടന്ന് ഉറങ്ങുക. റോഡൊക്കെ വീണ്ടും അടിപൊളി. എങ്ങനെയുണ്ട് വെച്ചാൽ ഒരു പട്ടം വരച്ച പോലെ ഇരിക്കുന്നത് അല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ അടിപൊളി കേട്ടോ. നമുക്ക് അതുപോലെ റോഡ് നല്ല സേഫ്റ്റി ഫീൽ ചെയ്യും. നമ്മളെങ്ങനെയൊക്കെ പോയാലും ഒരു 100 കിലോമീറ്റർ ഉണ്ട് മാക്സിമം ഈ റോഡിലാണെങ്കിലും പോകാറില്ല. ഞാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ ഓവർ സ്പീഡിൽ അങ്ങനെ പോകാറില്ല. കുട്ടികളുള്ളതുകൊണ്ട് ഇത്രയും കൂടി ശ്രദ്ധിച്ചാൽ പോകുന്നത്. ഞങ്ങൾ ചുമ്മാ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ. എങ്ങനെയുണ്ട് ഈ റോഡിന്റെ പേരെന്താണോ കുഞ്ഞു? ഇവിടെ അംബാസിഡറിനുണ്ടാ പിടി. എത്ര ഡിഫൻഡറും വലിയ വലിയ വണ്ടികളൊക്കെ പോകണമെങ്കിലും അംബാസിഡർ ഹൈവേയിൽ കിടന്ന് പൊളിക്കുക, ഒരേ പൊളി. അപ്പോൾ ഈ അംബാസിഡറിൽ നമ്മൾ ആദ്യമായിട്ട് എൻ്റെ കാറിലൊക്കെ കയറിയിരിക്കണതും കാറിൻ്റെ കുറേ മെമ്മറീസൊക്കെ ഉള്ളത് അംബാസിഡറിലാണ്. എൻ്റെ അങ്കിളിൻ്റെ പ്രസാദ് അങ്കിളിൻ്റെ അംബാസിഡറിൽ ഞങ്ങൾ അതിരപ്പള്ളിക്കൊക്കെ പോയിട്ടുണ്ട് ഫാമിലി ആയിട്ട്. അപ്പോൾ അന്ന് തുടങ്ങിയ യാത്ര ഇന്നെന്തായാലും വലിയ മോശമൊന്നുമില്ല, അടിപൊളിയായിട്ട് വളരെ ഐശ്വര്യത്തോടെ പോകണം. വലിയ ഒരുപാട് വണ്ടികളും ഒക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹൈദരാബാദ് ഔട്ടർ റോഡിൻ്റെ ഒരു ഭംഗി അടിപൊളിയാണ്. ഇതിനു മുമ്പ് വന്നപ്പോൾ നമ്മളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. എന്തായാലും അടിപൊളി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇത്രയും പുതിയ വണ്ടികളും എല്ലാം പോണതിൻ്റെ ഇടയിൽ അംബാസഡർ പോയപ്പോൾ നമുക്കൊരു സന്തോഷം അത് കണ്ടപ്പോൾ. അത് നിങ്ങളെ കാണിച്ചു നോക്കി. നമ്മളിത് ഇവിടുത്തെ ഒരു ബെസ്റ്റ് ഹോട്ടലാണ് മലനാട്. ഇതാണ് കുഞ്ഞു പറഞ്ഞ ഇതല്ല കുഞ്ഞു പൊളിക്കോ എന്തായാലും അറിയില്ല. ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നല്ല ബിരിയാണി ആയിരിക്കും പറഞ്ഞ് ബിരിയാണി പറ്റി. എന്താ ഇത്ര സന്തോഷം? ഹൈദരാബാദി ബിരിയാണി വന്നതിൻ്റെ സന്തോഷത്തിലാവുള്ളൂ. അപ്പം ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം അല്ലേ? അഭിപ്രായം പറയുമോ? കൊതി വന്നുണ്ടാ? ബിരിയാണി കഴിച്ചു നോക്കിയിട്ടാ, നല്ല ബിരിയാണിയാണ്. പീസൊക്കെ അത്യാവശ്യം നല്ല എങ്ങനെയുണ്ട് കുഞ്ഞു? ഹെവി ക്വാണ്ടിറ്റിയാണ്. ഒരെണ്ണമൊക്കെ ഒരാൾ പറഞ്ഞാൽ പെട്ടതാ. എന്തായാലും കൊള്ളാം, ഞാൻ കഴിച്ചിട്ട് പറയാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും എക്സ്പ്രസ് വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡീസൽ അടിക്കാനുള്ള പരിപാടിയിലാണ്. ഡീസലിന് 103 രൂപ. ഏകദേശം അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങി.
ഒരു 100-120 കിലോമീറ്റർ കൂടി ഓടി. നല്ല മഴയായിരുന്നു, ഹൈവേയിൽ വെള്ളമൊക്കെ ആയിരുന്നതുകൊണ്ട് വലിയ കാര്യമായ കിലോമീറ്റർ കവർ ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.